ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മല്ലിപ്പൊടിയൊന്നും ചേർക്കാത്ത ഒരു കടല കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുവന്നാലോ. ഇതിനു വേണ്ട കടല ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ച് ഇത് ഉപ്പും ഇട്ട് വേവിച്ച് വെച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സവാള നമുക്ക് കുറച്ച് വലുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിനോടൊപ്പം അതിന് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിനാവശ്യമായ 3-4 പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ പിന്നെ ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒന്നും ചേർക്കാത്തൊരു കറിയാണ്. ഒരു കുറുമക്കറി മോഡലുള്ള കടലക്കറി. അപ്പോൾ ഇതൊന്ന് വഴന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേ ചീനച്ചട്ടിയിൽ തന്നെ വേവിച്ച് വെച്ച കടല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഈ ഉള്ളി മിക്സ് ഇതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് വരാത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഒരു തക്കാളി ഇതിങ്ങനെ വട്ടത്തിൽ മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി അങ്ങനെ വെന്ത അടിയൊന്നും വേണ്ട. അതിനുശേഷം നമുക്ക് ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇനി 1 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒന്ന് ചൂടായാൽ മതി കേട്ടോ, തിളക്കണ്ട. അപ്പോൾ ഒന്ന് ചൂടായത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് കടുകും ഒന്ന് താളിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് കടുകും കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് മുളകും ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയും വേണം നമ്മുടെ കടല കുറുമക്കറി ഇവിടെ റെഡിയായി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.